PCOD ഉള്ള ആൾക്കാർ കൺസീവ് ആയി കഴിഞ്ഞാലും ഉണ്ടാവുന്ന, അതായത് PCODന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. PCOD ഉള്ള ആൾക്കാർ, അതായത് ഒബേസിറ്റി വിത്ത് PCOD കോമ്പിനേഷനുള്ള ആൾക്കാർ പൊതുവെ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് കൺസീവ് ചെയ്യുന്ന സമയത്ത് അവർ വെയിറ്റ് കുറച്ചാലും ഈവൺ അവരുടെ HbA1c ലാസ്റ്റ് 3 months നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ PCOD ഉള്ള ആൾക്കാരിൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാലും ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത് കാരണം ബേബിക്ക് ഹെഡ് ഇങ്ങനെ വലുതായിട്ട് കാണാനും അല്ലെങ്കിൽ മേ ബി മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് അത് ലീഡ് ചെയ്യാനും കാരണം. അപ്പോൾ PCOD ഉള്ള ആൾക്കാരെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കൺസീവ് ആയ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാർബ് ഇൻടേക്ക് ലോ കാർബ് ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് PCOD കാരണം കൺസീവ് ആയി കഴിഞ്ഞാലും ഡയബറ്റിക് ആവാനും സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് HbA1c ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. HbA1c ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്നുള്ളത് മനസ്സിലാവും. ഈവൻ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ കൂടെ നിങ്ങൾ കൺട്രോളിലായിരിക്കണം. കാരണം PCOD ഉള്ള എല്ലാവർക്കും ഡയബറ്റിക് ആയിരിക്കണം എന്നില്ല. പ്രീ ഡയബറ്റിക് ഉള്ള ഒരാൾ കൺസീവ് ആവുന്ന സമയത്ത് ഡയബറ്റിക് ആവാറായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിട്ടാണ് നിങ്ങൾ HbA1c റിപ്പോർട്ട്സ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺഷ്യസ് ആയിരിക്കുക, ഷുഗർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റിലേക്ക്. PCOD ഉള്ള ആൾക്കാർ കൺസീവ് ആയി കഴിഞ്ഞാലും ഉണ്ടാവുന്ന, അതായത് PCODന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. PCOD ഉള്ള ആൾക്കാർ, അതായത് ഒബേസിറ്റി വിത്ത് PCOD കോമ്പിനേഷനുള്ള ആൾക്കാർ പൊതുവെ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് കൺസീവ് ചെയ്യുന്ന സമയത്ത് അവർ വെയിറ്റ് കുറച്ചാലും ഈവൺ അവരുടെ HbA1c ലാസ്റ്റ് 3 months നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ PCOD ഉള്ള ആൾക്കാരിൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാലും ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത് കാരണം ബേബിക്ക് ഹെഡ് ഇങ്ങനെ വലുതായിട്ട് കാണാനും അല്ലെങ്കിൽ മേ ബി മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് അത് ലീഡ് ചെയ്യാനും കാരണം. അപ്പോൾ PCOD ഉള്ള ആൾക്കാരെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കൺസീവ് ആയ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാർബ് ഇൻടേക്ക് ലോ കാർബ് ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് PCOD കാരണം കൺസീവ് ആയി കഴിഞ്ഞാലും ഡയബറ്റിക് ആവാനും സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് HbA1c ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. HbA1c ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്നുള്ളത് മനസ്സിലാവും. ഈവൻ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ കൂടെ നിങ്ങൾ കൺട്രോളിലായിരിക്കണം. കാരണം PCOD ഉള്ള എല്ലാവർക്കും ഡയബറ്റിക് ആയിരിക്കണം എന്നില്ല. പ്രീ ഡയബറ്റിക് ഉള്ള ഒരാൾ കൺസീവ് ആവുന്ന സമയത്ത് ഡയബറ്റിക് ആവാറായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിട്ടാണ് നിങ്ങൾ HbA1c റിപ്പോർട്ട്സ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺഷ്യസ് ആയിരിക്കുക, ഷുഗർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റിലേക്ക്